KC വേണുഗോപാലിനെ സംബന്ധിച്ചൊക്കെ സ്വാഭാവികമായിട്ട് അദ്ദേഹം അത് കേട്ടാൽ കുറച്ചുകൂടി മൈൽഡായിട്ട് എടുക്കും. പക്ഷെ VD സതീശനെ സംബന്ധിച്ചാണ് കൂടുതൽ തീവ്രമായിട്ട് കേട്ടത്. കാരണം സതീശന് വേണ്ടി അതിന്റെ വലിയ ജനവികാരം വഴിഞ്ഞൊഴുകുന്നു. അല്ല, അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ചെയ്തെന്ന് കേട്ടിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ തോന്നലാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കാര്യങ്ങളെ കുറിച്ച് അറിയിച്ചിട്ടാണ്. നമ്മള് ഗുണ്ടകളെയൊക്കെ കാണുന്ന പോലെയാണ്. അവര് പുറത്ത് കാണുമ്പോൾ നമുക്ക് വലിയ ധൈര്യമുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അവരെക്കാൾ വലിയ ഗുണ്ടയെ കാണുമ്പോൾ അവര് മറ്റേ മടക്കി കുത്ത കഴിച്ചിട്ട് തലയിലുള്ള കെട്ടൊക്കെ കെട്ടിയിട്ട് നിൽക്കും. വളരെ വിനീത വിധേയരായിട്ടാണ് അവർ നിൽക്കുക. അപ്പൊ അത്തരത്തിൽ രാഹുൽ നമ്മളുടെയൊക്കെ തോന്നലാണ് ഇവര് ഭയങ്കര ആദർശധീരരും മറ്റേ വലിയ വർത്താനം പറയുന്ന ആളുകളാണ്. അങ്ങനെയൊന്നുമില്ല. കാരണം ഇവരൊക്കെ കരിയർ വളരെ, സിനിമയിലും ഈ രാഷ്ട്രീയത്തിലുള്ള കരിയർ വളരെ ഒരു മൈൽഡായിട്ടുള്ള ഒരു ചരടിക്കുടി നടന്നു പോകുന്ന പോലെയാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ നിന്ന് തെന്നിപ്പോയാൽ പിന്നെ പണി തീർന്നു. അപ്പൊ അതുകൊണ്ട് അവരുടെ ഇഷ്ടം എങ്ങനെയെങ്കിലും പിടിച്ചു പറ്റി ഈ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുക എന്നുള്ളതാണ് അവർ നോക്കണം. കാരണം അതില്ലെന്ന് പറഞ്ഞാൽ പണി തീർന്നു. സിനിമയിലൊക്കെ അങ്ങനെ തന്നെയാണ്. അയാളെ വിളിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ചിരി ഇരിച്ചാൽ പോലും അയാൾക്കുള്ള റോള് കട്ടായി പോകും. അതേപോലെ തന്നെയാണ് രാഷ്ട്രീയം. അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വന്നിട്ട് രാഹുൽ ഗാന്ധി അങ്ങോട്ട് ബ്ലാസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് എനിക്ക് വിശ്വാസമുള്ള സോഴ്സുകളിൽ നിന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അത് ശരിയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ മുഖ്യമന്ത്രിയൊക്കെ പിന്നെ തീരുമാനിക്കാം, ആദ്യമേ തന്നെ പോയിട്ട് എന്ത് ചെയ്യും, അവിടെയുള്ള ഈ പരിപാടി നിർത്തൂ എന്ന് പറഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള പോരാട്ടം നിർത്തൂ എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം കണ്ടിട്ടുള്ള ചില സീനുകൾ എന്ന് പറഞ്ഞാൽ AKANയുടെ സ്റ്റാഫിലുണ്ടായിരുന്ന ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യും, സതീശന്റെ ഫ്ലെക്സിന്റെ പുറത്ത് തുപ്പുന്നു, എന്നിട്ട് അത് വലിച്ചു കീറുന്നു. അതുപോലെ കോട്ടയത്ത് വെച്ചേക്കുന്ന ഫ്ലെക്സിൽ നിന്ന് KC വേണുഗോപാലിന്റെ ഫോട്ടോ മാത്രം വെട്ടിമാറ്റുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ വരെ ഉമ്മൻചാണ്ടിയുടെ അതെന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ഫ്ലെക്സിന്റെ പുറത്ത് ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സിന് പുറത്ത് കൊണ്ടായിട്ട് ഇവർ പോസ്റ്ററിന്റെ പുറത്ത് ഈ പറയുന്ന സതീശന്റെ പോസ്റ്റർ ഒട്ടിച്ചപ്പോൾ KC വേണുഗോപാലിന്റെ പോസ്റ്റർ ഒട്ടിച്ചു. അപ്പോൾ KC വേണുഗോപാലിന്റെ പോസ്റ്റർ കീറുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പോസ്റ്റർ നാച്ചുറലി കീറുന്നു. ഈ ആളുകൾക്ക് എന്ത് ഉമ്മൻചാണ്ടി, ഇവര് ശരിക്കും പറഞ്ഞാൽ 3 പാർട്ടിയായി ഇവിടെ മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഹൈക്കമാൻഡിന് കൃത്യമായിട്ട് പിടുത്തം കിട്ടി.